ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ഒരു സോറി ചോദിക്കുകയാണ്. കാരണം എൻ്റെ അടുത്ത് എനിക്ക് നിരന്തരം മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി NDAയുടെ സ്കാമിനെ പറ്റി പറയൂ, നീറ്റിൻ്റെ സ്കാമിനെ പറ്റി പറയൂ എന്നൊക്കെ. അതെല്ലാ കൊല്ലവും നടക്കുന്ന ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാത്രമേ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്കിത് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് ഞാൻ അലക്സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. സാർ അതിനകത്തൊരു OMR കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ OMRൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 368 ആണ്. പക്ഷേ NDA ആ കൊച്ചിന് ഇട്ട് കൊടുത്തിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 453 ആണ്. 80+ മാർക്ക് എങ്ങനെയാണ് ഗ്രേസ് മാർക്ക് ആവുന്നത്? അപ്പോൾ എന്തായാലും ഈ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാമിന് ഇത്രത്തോളം പിഴവുകൾ എന്തായാലും സംഭവിച്ചു കൂടാത്തതാണ്. അപ്പോൾ എന്തൊക്കെയോ വേണ്ടിയിട്ട് വരുന്നത് ഫുള്ള് മാനിപ്പുലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിച്ചേ പറ്റൂ. കാരണം കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേർക്കും അവരുടെ എഫേർട്സിനും യാതൊരുവിധ വില പോലും ഇവർ കൽപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെതിരെ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ സാറും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ക്രിയേറ്റേഴ്സും രംഗത്ത് വരണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്നതായിരിക്കും. കാരണം ഇതൊന്നും നമ്മൾ അനുവദിച്ച് കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷയും അത്ര ഈസി ഒന്നും ആയിരുന്നില്ല എക്സാം.